പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. മോനെ ഒന്ന് എണീക്ക്, എണീക്കടാ. ഇവന്റെ ഒരു ഉറക്കം. 9 മണിയായിട്ടുള്ളൂ. അലമാരയില് വീടിന്റെ ലോൺ അടയ്ക്കാൻ വെച്ച കാശ് കാണുന്നില്ല. ഇല്ലടാ, ഇന്ന് അടയ്ക്കാനുള്ളതാ. ആ പെണ്ണിനെയും കാണാനില്ല. ആ പെണ്ണിനെ കാണാനല്ലേ? ഇനി അവളെങ്ങാനും. അമ്മ എന്ത് മണ്ടത്തര പറയണേ? അമ്മ അവള് സ്വിറ്റ്സർലൻഡുകാരിയാണ്. നമ്മുടെ നക്കാപ്പിച്ചൊന്നും കിട്ടിയിട്ട് വേണ്ട. അമ്മ സ്വിസ് ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ട്. അവക്ക് അവിടെ അക്കൗണ്ട് ഉള്ളതല്ലേ. ആ ചെക്കല്ലേ എനിക്ക് ഇന്നലെ തന്നത്. അയ്യോ അയ്യോ, എന്റെ പേഴ്സ് ഇവിടെ. അമ്മ എന്താടാ? ഒരു പേഴ്സ് കാണാനല്ലോ. അതിന്റെ ഞാൻ പറഞ്ഞത്. അയ്യോ അമ്മ സത്യം പറ, അമ്മ എടുത്താ. എന്താടി പറയുന്നേ? അയ്യോ ആ അവളെ എത്തിയല്ലോ. ഞാൻ പറഞ്ഞില്ല അവള് പോലീസ്. ഈ കമ്പിയിലാണ് ഈ വീട് താങ്ങി നിർത്തിയിരിക്കുന്നത്. കൊള്ളാം. അയ്യോ ഇത് അയാളല്ലേ? പത്മയുടെ വീടല്ലേ? അമ്മ പേടിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. പറയൂ സാർ. ഇങ്ങോട്ട് ഇറങ്ങിയേക്കടാ. നിനക്കെന്താ കാര്യം? സാർ ഇത് എന്റെ വീടാണ് സാർ. സാർ എന്താ ഇവിടെ? ഓഹോ അങ്ങനെയാണല്ലേ. ഇവിടെ ജോലി എന്ന് പേരുള്ള ജോലിയല്ല സാർ, ജൂലി. ജൂലി എന്ന് പേരുള്ള ഒരു വിദേശി ജീവിച്ചിരുന്നോന്നല്ല സാർ, താമസിച്ചിരുന്നോ? ഉണ്ടായിരുന്നു സാർ. SI സാർ 2 പേരോടും ഇന്ന് തന്നെ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ ആദ്യമായിട്ടാ. എന്താടാ മരം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? നിനക്കൊന്നും നാട്ടിലുള്ള പെൺപിള്ളേര് പോരാടാ. കൊറേ ദിവസമായി ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലാ താമസം എന്നുള്ള സത്യമല്ലടാ. അയ്യോ കുറെ ദിവസം ആയില്ല സാർ, ഇന്നലെ വന്നത്. അവര് ബ്രിട്ടാസിന്റെ ഫ്രണ്ടാ. തനിക്ക് എങ്ങനെയാണോ അവരെ പരിചയം? മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. നീ എന്താ ആളെ കളിയാക്കുന്നോ? അല്ല സാർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവൻ എങ്ങോട്ട് വിട്ടാ സാർ? തത്ത പറയുന്ന പോലല്ല, താറാ പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. അയ്യോ അതും എനിക്കറിയാം സാർ. സത്യം പറയടാ, നിനക്ക് എങ്ങനെയാ അവരെ പരിചയം? ഞാൻ വഴി വെച്ച് കണ്ടതാണ്. എന്നിട്ടാണോ നീ ആള് നല്ല പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത്? അതവരുടെ മുഖലക്ഷണം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി സാർ. എടോ അവർക്ക് മയക്കുമരുന്ന് കച്ചവടമാണ്. നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. ഗോതമ്പുണ്ട, മനസ്സിലായോടാ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അല്ല സാർ, അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വക്കീലിനെ ഏർപ്പാടാക്കണ്ടേ? മര്യാദക്ക് നിന്നില്ലേ അഴി എണ്ണിക്കും. ജനലിന്റെ അല്ലടൂ, ജയിലിന്റെ. ഞാൻ എണ്ണ സാർ. ഒരു പരിചയം ഇല്ലാത്ത അവരെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേ? ഹോം സ്റ്റേ ആയതുകൊണ്ടാ സാർ. ഹോം സ്റ്റേ ഓക്കെ. എന്നാ പാസ്പോർട്ട് കോപ്പി, അവരുടെ അഡ്രസ് ഡീറ്റെയിൽസ്, സി ഫോം എവിടോ? ഒരു വിദേശിയെ ഹോം സ്റ്റേ ആയിട്ട് താമസിപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇതൊന്നും അറിയാതെ ഓരോ പരിപാടികൾ ഒപ്പിച്ചോളും. അത് സർ, എന്റെ നിർബന്ധം കൊണ്ട് അവൻ തുടങ്ങിയത്. തെറ്റെന്റെയാ. നിങ്ങൾ ഒരു പക്വതയുള്ള സ്ത്രീയല്ലേ? ഇതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ നിങ്ങളോട് അറിയണ്ടേ? 2 പേരല്ലേ ഉള്ളൂ. എന്തിനാ മേഡം പണത്തിനോട് ഇത്ര ആർത്തി? ഉള്ള പണിയും ചെയ്ത് അങ്ങ് ജീവിച്ചാ പോരെ?